എല്ലാവരും നടി ഷക്കീലയെ ഓർക്കുന്നുണ്ടാവും. എങ്ങനെ ഓർക്കാതിരിക്കും? ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നതല്ലായിരുന്നു. ഇവരുടെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ തിക്കും തിരക്കും ഒക്കെ കൂട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ പുള്ളിക്കാരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, അത്രയും പരിതാപകരമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിനെ ഒരു തമിഴ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരിയുടെ ആ ഒരു വരവെന്ന് പറയുന്നത്. ഒരുപാട് തമിഴ് മീഡിയാസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസും ഞാൻ കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ആർട്ടിക്കിളായിട്ടൊക്കെ പോസ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതല്ലാതെ വേറെ വാർത്തയായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് ഇപ്പൊ ഷക്കീലക്ക് സംഭവിച്ചതെന്നുള്ളത് പറയുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ പറയാനുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് നല്ല രീതിയിൽ പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1999 ഒക്കെ ആയ ഒരു ടൈമില് മലയാള സിനിമയിൽ നിന്ന് പുള്ളിക്കാരി കംപ്ലീറ്റ് ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറെ കാലത്തേക്ക് മലയാള സിനിമകളിലൊന്നും പുള്ളിക്കാരി വന്നിട്ടില്ലായിരുന്നു. മറ്റു പല ഭാഷകളിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിലധികം ആരും പുള്ളിക്കാരിയെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവരും ലാസ്റ്റ് ആയിട്ട് കണ്ടത് ചോട്ടാ മുംബൈയിൽ ഒരു ക്യാമിയോ റോളിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരു മറ്റേ മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് ഒരു ജഗതിയും ലാലും സിദ്ദീഖും ഒക്കെ വന്നിട്ടുള്ള ഒരു ഭയങ്കര ആകാംക്ഷയോടെ വന്ന് ആ ഒരു മറൈൻ ഡ്രൈവിൽ വെച്ചിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ചോട്ടാ മുംബൈയിൽ. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാമിയോ റോൾ അഭിനയിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ടില്ല മലയാളത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പുള്ളിക്കാരിക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് പുറം ലോകത്തിന് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മലയാള സിനിമയ്ക്ക് ഒരു തെലുങ്ക് ചാനലിൽ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവില് ഷക്കീല ഈ തന്റെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം അതിനകത്ത് തുറന്നു പറയുന്നുണ്ട്. അത്യാവശ്യം അതാണ് ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ആക്ച്വലി എന്താണ് ഷക്കീലയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല 1999 ഒരുപാട് പണം സമ്പാദിച്ച് മലയാള സിനിമകളിൽ നിന്നും വിട പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് പുള്ളിക്കാരുടെ കുടുംബത്തിൽ ചില സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടായി. പ്രധാനമായും അമ്മയും സഹോദരിയും തമ്മിലായിരുന്നു സ്വത്ത് തർക്കം. അങ്ങനെ സ്വത്ത് തർക്കത്തിനൊടുവിൽ ഈ അമ്മയുടെ പണങ്ങളെല്ലാം സമ്പാദ്യം മൊത്തം തട്ടിയെടുത്ത് ഈ അനിയത്തി മുങ്ങി. അതോടെ അമ്മയെ നോക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഷക്കീലയുടെ തലയിലായി. അമ്മയുടെ കയ്യിൽ ഒരു പണവും ഇല്ലായിരുന്നു. അങ്ങനെ ഷക്കീല സമ്പാദിച്ചതിന്റെ ഒരു വലിയ ഭാഗം തന്നെ അമ്മയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഷക്കീലയുടെ ആ സമയം എന്ന് പറയുന്നത് കല്യാണപ്രായമായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആണുങ്ങളുമായിട്ട് ഈ ഷക്കീല ഡേറ്റ് ചെയ്തു. പക്ഷെ അവരാരും ഷക്കീലയെ കല്യാണം കഴിക്കാൻ നിന്നില്ല. അപ്പൊ അതിന് കാരണമായിട്ട് ഷക്കീല പറയുന്നത് കുടുംബകാര്യങ്ങളും കുടുംബ പശ്ചാത്തലവും ഒക്കെ ഇവരോട് പറയുമ്പോഴത്തേക്ക് ഈ ആണുങ്ങള് പിന്നെ അതിനൊന്നും തയ്യാറാവാതെ ഇനി ഇത് മൊത്തം ഇവരുടെ ഭാരം മൊത്തം അവരുടെ മേലിലാവും എന്ന് വിചാരിച്ച് പുള്ളിക്കാരന്മാര് പിന്നെ ഷക്കീലയെ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് കല്യാണത്തിന് വേണ്ടി മെനക്കെടാനും ഷക്കീല തയ്യാറായില്ല. കൂടുതൽ സമയവും ഷക്കീല അമ്മയെ പരിചരിക്കുന്നതിലായിരുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഷക്കീലയുടെ അമ്മ മരണപ്പെട്ടു. അപ്പോഴത്തേക്കും ഷക്കീലയുടെ കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി വിചാരിച്ചു ഇനി കല്യാണമൊന്നും കഴിക്കാതെ ജീവിക്കാന്ന്. അങ്ങനെ ഒരു തുണ എന്നോണം ഈ ഒരു കുട്ടിയെ പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ പറയപ്പെടുന്നത്. അമ്മയുടെ മരണത്തിന് ശേഷം ഷക്കീല ആരോടും അധികം ഇടപഴകാറില്ലായിരുന്നു. അപ്പോ പുള്ളിക്കാരി പുറത്തിറങ്ങത്തില്ല, ആരോടും സംസാരിക്കാത്ത ഇല്ല. അങ്ങനെ വല്ലാത്തൊരു ലൈഫിലേക്ക് പുള്ളിക്കാരി പോയി. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രോമയായിരുന്നു. ഒന്നാമത്തെ കാര്യം ഏറെ വിശ്വസിച്ച സഹോദരി തന്നെ ചതിച്ചല്ലോ. കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ ചതി കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ ഓൾറെഡി ഒരു ട്രോമയായിട്ട് മാറും. അങ്ങനെ ആരുമായും കൂടുതൽ അടുപ്പമില്ലാത്ത ഷക്കീല കൂടുതൽ ഫോണിലായി കാര്യങ്ങൾ ഒരുപാട് തവണ യൂസ് ചെയ്യുമായിരുന്നു. ഒരുപാട് നേരങ്ങളിൽ ഈ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിലൊന്നും വലുതായിട്ട് ആക്റ്റീവ് അല്ല. സോഷ്യൽ മീഡിയ പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടവുമല്ല. അതിനെക്കുറിച്ച് പുള്ളിക്കാരി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഗോസിപ്പുകളും കാര്യങ്ങളും ആണെന്നാണ്. തനിക്ക് ഗോസിപ്പിനോടൊന്നും വലിയ താല്പര്യമില്ലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്ന്. സോഷ്യൽ മീഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും എന്താണ് ചെയ്യുക? ഗെയിം കളിക്കല്. ഗെയിം കളിക്കാനാണ് കൂടുതലും പുള്ളിക്കാരി ഫോൺ ഉപയോഗിച്ചത്. ഫോണിലാണെങ്കിൽ ഒരു 6-7 ഗെയിം അങ്ങ് അടുപ്പിച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പുള്ളിക്കാരി ഒരു ദിവസം തന്നെ 6-7 മണിക്കൂറാണ് ഫോണിൽ ഗെയിം കളിക്കുന്നത്. അതും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാതെ ഒരേ പോസിൽ കിടന്നുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. അതും 6-7 മണിക്കൂറാണ് ഗെയിം കളിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ കുറെ നാള് ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തപ്പോൾ, ഇങ്ങനെ ഗെയിം കളിക്കുന്നത് കണ്ടിന്യൂ ചെയ്തപ്പോൾ കഴുത്തിന് ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കഴുത്തിന് ഒടുക്കത്തെ പെയിൻ വന്നു, അനക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അങ്ങനെ പുള്ളിക്കാരി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഉടനെ സർജറി വേണമെന്ന്. അങ്ങനെ സർജറി ചെയ്തു, കഴുത്തിന് പ്ലേറ്റ് ഇട്ടു. ആ പ്ലേറ്റ് ഇട്ട അവസ്ഥയിലാണ് ഇപ്പം ഷക്കീല ഉള്ളത്. അങ്ങനെയാണ് ഈ ஒரு അവസ്ഥയിൽ ഒരു തമിഴ് മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും പുള്ളിക്കാരി ആ ഒരു ഇന്റർവ്യൂവിൽ കുറച്ചധികം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. வணக்கம். இது எப்படி கேட்கறதுன்னு தெரியல. நியூஸ் பார்த்துருந்தேன். எப்படி இருக்கீங்க இப்போ? ஓகேவா எல்லாம்? பரவாயில்ல, அல்ஹம்துலில்லாஹ். ஓகே. என்னாச்சுமா? கேம் விளையாண்டது அந்த மாதிரி நியூஸ் பார்த்தோம், அப்படிதான் போட்டிருந்தாங்க. என்ன நடந்துச்சு? இல்லை, உண்மையிலேயே ரொம்ப யூசேஜ் ஆஃப் கேஜெட்ஸ். ஒரு 2 கேம் இல்லை, ஃபோன் ஃபுல்லாகவே கேமு, என் டேப் ஃபுல்லாகவே கேம்ஸ் தான் இருக்கும். அது என்னென்னா, நான் சின்ன பத்துலேருந்தே உண்மையை சொல்லணுன்னா
கேட்ரேஜ் போட்டு ஒரு காலத்தில் டிவியில் கனெக்ட் பண்ணி ஆட வேண்டிய கேம்ஸ் இருந்தது. அது வாங்க முடியாது. அந்த சுச்சுவேஷன்ல இருந்து வந்ததால் இப்போ வந்து இருக்கிறதுலேயே காஸ்ட்லியான ஃபோன் எதுன்னு பார்த்து, ஐஃபோன் அஃப்கோர்ஸ் இல்லை, நான் ஐஃபோன் யூஸர் இல்லை. நல்ல நல்ல இப்போ டேப் வாங்குறது, அதில் கேம் போட்டு விளையாடுறது, எங்கே போனாலும் கேம்ஸ் விளையாடிட்டு இருக்கிறது. அதாவது அதெல்லாம் வாங்க முடியலன்னு இப்போ அதை தீர்த்துக்கலான்ற மாதிரி போட்டு எப்போ பாரு கேம் விளையாடுவேன். அது போக டைம் இருந்தால்தான் இன்ஸ்டாவையோ யூடியூபையோ பார்க்கறது. அதுவும் ஒரே பொசிஷனில் இப்படி இப்படி வச்சுட்டு இப்படி படுத்து இந்த கேம் இப்படியே தான் இருப்பேன். 5 hours 6 hours அப்படி தான் இருப்பேன். പുള്ളിക്കാരി പറയുന്നത് ചെറുപ്പകാലത്തിലെ ഈ ടിവിയില് ഗെയിം കളിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു എന്നാണ്. പക്ഷെ അത് അന്നൊന്നും വാങ്ങാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ടിവിയിൽ ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ലെന്നാണ്. അപ്പൊ ഇന്ന് അങ്ങനെയല്ല, വില കൂടിയ കാസറ്റുകൾ വാങ്ങാനുള്ള കഴിവുകളുള്ള ഒരാളാണ് പുള്ളിക്കാരി. അപ്പോൾ അങ്ങനെ തന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് വില കൂടിയ ടാബുകൾ വാങ്ങി അതിനകത്ത് പിന്നെ ഗെയിമുകൾ പരിശീലിക്കാൻ തുടങ്ങി. ദിവസവും 5-6 മണിക്കൂറാണ് ഗെയിം കളിക്കുന്നത്. അങ്ങനെ ഗെയിം കളിച്ചാണ് താൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോ പിന്നെ പുള്ളിക്കാരി ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം മാത്രമല്ല, ഒരുപാട് കാലം ഈ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങിയതോടുകൂടി ഇടത് ഷോൾഡറിന് ഭയങ്കരമായിട്ട് പെയിൻ വരാൻ തുടങ്ങി, കഴക്കൽ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ വേദന സഹിക്കാൻ വയ്യാതായപ്പോഴാണ് പുള്ളിക്കാരി നേരെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കണ്ടത്. ഫിസിയോതെറാപ്പി ചെയ്യാനും തുടങ്ങി. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, വേദന ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ വീണ്ടും ഈ ഗെയിം കളി തുടർന്നു. പിന്നെയും വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയി കാണിക്കുന്നതും ഉടനെ സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം, പെട്ടെന്ന് കാണിക്കാൻ ചെന്ന ഒരു ഡോക്ടർ പറയുന്ന സർജറി വേണമെന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആരാണെങ്കിലും വീണ്ടും വേറെ ഡോക്ടറെ കാണിക്കാനായിട്ട് നോക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ വേറെ ഏതോ ഡോക്ടറെ കാണിച്ച് MRI സ്കാൻ വരെ പുള്ളിക്കാരി ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണതെന്ന്. അങ്ങനെ പുള്ളിക്കാരി സർജറി ചെയ്തു എന്നാണ് ഷക്കീല പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട്, ഈ സർജറിക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവായെന്നും ഷക്കീല തുറന്നു പറയുന്നുണ്ട്. അതുകൂടെ കേട്ടു നോക്കാം. எவ்வளவு ஆச்சு அந்த மாதிரியான விஷயங்கள்? 3 லட்சம். ஆமா 3 லட்சம். 3 லட்சம். இப்போ ஃபினான்ஷியல் கண்டிஷன்ல நீங்க எப்படி இருக்கீங்க? எல்லாம் ஓகேவா? ஆல் ஓகேவா இல்ல எப்படி? அதெல்லாம் ஓகே தான். ஆமா, இப்போ என்ன ஆச்சு ஆபரேஷன்? எப்படி என்ன பண்ணிருக்காங்க? ஆக்சுவலி இந்த பக்கம் பெயின் நான் ஓபன் பண்றேன். ஓகே. இப்போ இந்த பக்கம் பெயின் நானே தான் பயந்துட்டேன். என்னடா இந்த பக்கம் வலினா இந்த பக்கம் ஆபரேஷன் பண்ணிருக்காங்கன்னு. அது வந்து இங்க நடுவுல C3 C4 C5 ப்ராப்ளமாக இருந்திருக்கு. ஸோ இந்த பக்கம் ஓப்பன் பண்ணி உள்ளே வந்து டிட்டானியம் சிப்பு வச்சுட்டு ஸ்க்ரூ பண்ணியிருக்காங்க. ஓகே. ஸோ அந்த டிஸ்க் வெளில வந்துட்டு அதுக்கு பதில் டிட்டானியம் டிஸ்கை வந்து டிட்டானியம் பிளேட்டை வந்து டிஸ்க் மாதிரி வச்சுருக்காங்க. அது போட்டுக்கலாமா? இல்லை பரவாயில்ல. எனக்கும் டாக்டர் சொன்னார் கொஞ்ச நேரம் அது கழட்டி அப்பப்போ கொஞ்சம் காற்று இருக்கணும் அப்படின்னுட்டு. பட் அதர்வைஸ் ஓகே. ஓகே. எவ்வளோ நாள் ஆகும்னு சொல்லியிருக்காங்க சரியாக? இது இப்போ நல்லா காஞ்சிட்டு வருது. அதான் சொன்னேன், நான் ஆக்சுவலி நான் டயபெட்டிக் வேறு, எனக்கு ஆறாதோன்னு நினச்சேன். எனக்கு சீக்கிரமாக ஆறுது அல்ஹம்துலில்லாஹ் வித் காட்ஸ் பிளெஸிங். ஸோ ஆறிட்டு வருது. ஸோ அவ்வளோதான். இன்னொரு இனிமேல் ட்ராவலிங்க்கு மட்டும் அது போட்டால் போதும். ഇത് வந்து ഡെയിലി ഡ്രസ്സിങ് மட்டும் பண்ணணும். അപ്പൊ സർജറിക്കും മറ്റുമായിട്ട് 3-4 ലക്ഷം രൂപ ചെലവായെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതുപോലെ തന്നെ സർജറി ചെയ്ത സ്ഥലവും കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ മാറി വരാൻ കുറെ ടൈം എടുക്കും, ട്രാവൽ ഒന്നും അധികം ചെയ്യരുതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇനി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നുള്ള കാര്യം പുള്ളിക്കാരി തുറന്നു പറയുന്നുണ്ട്. അതും കൂടെ சாப்பாடு இன்டேக் அதெல்லாம் ஓகே. அது அன்னைக்கே டாக்டர் சாப்பிடலாம், லிக்விடா சாப்பிடுங்கன்னாரு. அன்னைக்கே சாலிடா சாப்பிட்ட ரொம்ப பசிச்சுது. ஏன்னா அந்த பெயினால ஒரு 3 நாள் அதுக்கு முன்னாடி நான் சாப்பிடாம இருந்தேன். பெயின்ல எதுவும் இறங்காம இருந்தது. பட் அதுக்கப்புறமா ஓகே. അപ്പൊ ഗെയിം അഡിക്റ്റ് ആയതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ആയതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഗെയിം അഡിക്റ്റ് ആയതെന്നും പറയുന്നുണ്ട്. അതുകൂടെ കേട്ടിട്ട് വരാം. ஓகே. இப்போ இந்த எங்களை நான் யோசிக்கவே இல்லை. ஒருத்தர் சொல்லியிருந்தாரு அவங்கள ரொம்ப தனிமை வந்து அவங்கள ரொம்ப போய் பாடுபடுத்துது, அதனால தான் அவங்களுக்கு இப்படி எப்படின்னு கேம் இந்த மாதிரியான விஷயங்கள். கண்டிப்பா அது யாரோ ஒரு நண்பர், அது தனிமைன்னு நான் சொல்றதை விட உண்மையில சொல்லணும்னா, நான் எனக்குள்ள வந்து ஒரு எத்திக்ஸ் வச்சிருந்தேன். அனவசரமாக ஃபோனில் வந்து பேச ஆரம்பித்தோன்னா ஒரு ஃப்ரெண்டுக்கிட்டேயே ஒரு டாபிக் போய் 10 டாபிக் போய் தேவையில்லாதது ஒருத்தரை பற்றி காசிப் பண்ண ஆரம்பிச்சிடும். எதுக்கு இது? ஸோ நான் ஃபோனில் என்னவோ அது மட்டும்தான் பேசுவேன். நான் 10 மணிக்கு வரேன், நான் 9:55 இங்கே வந்துட்டேன். இது வரைக்கும் தான் எப்போவுமே பேசுதுண்டு. காசிப் பண்ண மாட்டேன். அவர்ஸ் டுகெதர் ஃப்ரெண்ட்ஸோட என்றைக்குமே பண்ணதில்லை. அது நான் நினச்சேன் அது ரொம்ப நல்லது, நம்ம வந்து ஒருத்தரை பற்றி காசிப் பண்ணாமல் இருக்கோம். பட் அதுக்கு பதில் என்ன பண்ணேன்னா, நான் இந்த கேம்ஸில் கான்சென்ட்ரேட் பண்ணி, அது கூட எனக்கு கேட்டிருந்தாங்க கேம் விளையாடுற வயசான்னு. நான் நினச்சிக்கிட்டேன் என்ன நானே வந்து
ஆக்குப்பைடாக வைக்கிறதுக்கு ஏதோ மைண்ட் கேம்ஸ்ன்னு சொல்லிட்டு அந்த வேர்ட் கேம்ஸ் அது இதுன்னு விளையாடிட்டு இருக்கேன்னு. பட் அது இப்போ எவ்வளோ கெடுதல்னு எனக்கு ரொம்ப நல்லா புரிஞ்சிருச்சு. என் மக்களும் அதை புரிஞ்சிக்கணும். இப்போயே குழந்தைங்க கிட்ட அதுங்க கிட்ட ஃபோனை கொடுத்தாதான் சாப்பிடுது. அந்த சுச்சுவேஷன் நிறைய பேர் என்கிட்ட சொல்கிறாங்க. ஐயோ கொடுக்காதீங்க, 2 நாள் மேலே பசி எப்படி தாங்கும், വായ മുട്ടിട്ട് സാപ്പിട ആരംഭിച്ചിരും. അപ്പൊ പുള്ളിക്കാരിക്ക് കൂടുതൽ ഈ എല്ലാവരോടും സംസാരിക്കാനും ഈ സോഷ്യൽ മീഡിയയിൽ പരദൂഷണം പറയുന്ന പോലെയാണെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്നും താല്പര്യമില്ല പുള്ളിക്കാരിക്ക്. അങ്ങനെയാണ് ഗെയിമിലേക്ക് പോയതെന്നുള്ള കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത്. തുടക്കത്തിൽ ഗെയിം കളിക്കുന്ന ഒരു നല്ല ശീലമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പോകെയാണ് ഇത്രയും വലിയ ഡേഞ്ചർ ആണെന്ന് മനസ്സിലായെന്ന് ഷക്കീല പറയുന്നു. അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട് ആരും ഇങ്ങനെ അധികം അഡിക്റ്റ് ആയിട്ട് ഗെയിം കളിക്കരുതെന്നും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പുള്ളിക്കാരി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് നമ്മൾ ഫോൺ കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ ഫോൺ കിട്ടാത്തത് കൊണ്ട് അവര് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പട്ടിണി കിടന്നോട്ടെ എന്ന് തന്നെ വെക്കണമെന്നാണ് പറയുന്നത്. 2 ദിവസം ചിലപ്പോൾ പട്ടിണി കിടക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ അവര് ഫുഡ് എടുത്ത് കഴിച്ചോളും. വിശപ്പിന്റെ വില അന്നേരം മനസ്സിലാവുമല്ലോ. ഇനി വേറൊരു കാര്യം കൂടി പുള്ളിക്കാരി പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ പുള്ളിക്കാരി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഷക്കീലയ്ക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് കുടുംബക്കാരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളാണ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. നിനക്ക് ഭർത്താവും കുട്ടികളും ഒന്നും ഇല്ലല്ലോ, പിന്നെ നിനക്ക് പ്രായമായി കഴിഞ്ഞാൽ ആരാണ് നോക്കാനുള്ളത് എന്നൊക്കെ രീതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. അവർക്കുള്ള മറുപടിയും ഷക്കീല നൽകുന്നുണ്ട്. കേട്ടു നോക്കാം. ஆல் ஓவர் த வேர்ல்ட், சவுத் இந்தியா மொத்தம் எனக்கு ஃபோன் பண்ணாங்க. அத்தனை ஃபோன் கால்ஸ் எனக்கு இது ஏண்டா எப்பா, தெரிஞ்சவங்களதே நிறைய, தெரியாதவங்களும் அம்மா ஹவையும் அத்தனை ஃபோன் கால்ஸ். நான் எப்பவுமே நினைப்பேன், என்னோட ஃப்ரெண்ட்ஸும் என் குடும்பத்திலேயே பல பேர் சொல்லியிருக்காங்க, இவ செத்தா யார் வரப்போறா. இது நான் சிம்பத்திக்காகலாம் பேசுகிறேன். சொன்னவங்க இன்னும் அல்ஹம்துலில்லாஹ் நல்லா இருக்காங்க, அவங்க இருந்துட்டு போட்டோம், நல்லா இருக்கட்டும். பட் அப்படி சொன்னாங்க, ஏன்னா ஃபேமிலி இல்லை, யாருக்காக இவ சம்பாதிக்கிறா, ஏன் இப்படி பண்ணுறா, தலைமாட்டில் நின்று அழுகிறதுக்கு ஆள் இல்லைன்னு சொன்னவங்க இந்த வீடியோ பார்ப்பாங்க. பட் அவங்க கண்டிப்பாக தெரிஞ்சுக்கணும், நான் உயிரோடு இருக்க ஆள் சேர்த்தனோ இல்லையோ, சாகும்போது அவ்வளோ பேர் இருப்பாங்கன்னு மட்டும் எனக்கு 100% நம்பிக்கை இருக்குது. அண்ட் உண்மையிலே ஹாஸ்பிட்டலில் டாக்டர்ஸ் கெஞ்சாத குறை, தயவுசெய்து இவங்களெல்லாம் வெளில அனுப்புங்கன்னு நானும் சொல்லிட்டேன். அது அப்புறம் திருப்பி டாக்டருங்க திட்டுறாங்க, டாக்டர் இவங்களெல்லாம் வெளில போக சொல்லுங்கள் டாக்டர்னு கூட சொன்னேன். அவ்வளோ பேர் எல்லாருமே ஃப்ரெண்ட்ஸ் மட்டும்தான் என் கூட இருந்தாங்க. ரொம்ப சப்போர்ட்டிவாக இருந்தாங்க. அருணா, நர்மதா, லக்ஷ்மி அக்கா, ஆக்டர்ஸ் மும்தாஜ், ரம்மு அக்கா, லதா அக்கா, அனுராதா அக்கா, அபினேஸ்ரீ, யார் பேராவது விட்டு போயிருந்தா மன்னிச்சிருங்க. அவங்களுக்கெல்லாம் ஜஸ்ட் நான் அவங்க ஃபோன் பண்ணும்போது நான் ஹாஸ்பிட்டலில் இருக்கேன்னு தெரிஞ்சு வந்தவங்க. அந்த மாதிரி நிறைய பேர் ஆர்டிஸ்ட்டு, அவங்க ஆர்டிஸ்ட்டுன்னு இல்லை, எனக்கு என் ஃபேமிலி மெம்பர் மாதிரி தான். அண்ட் என் கூடவே மகா, தங்கம், மிலா எல்லாருமே என் கூட இருந்தாங்க. ஸோ எனக்கு ஏதோ போன அந்த மயக்கத்தில் இருந்த ஒரு 4 hours தான் எனக்கு தெரியாது. அதுக்கப்புறமா எல்லாருமே கூட இருந்து இந்த வீட்டில் இருக்கிற மாதிரி தான் அந்த ஹாஸ்பிட்டலில் இருந்தேன். ஸோ வாழ்க்கையில் எத்தனை பேர் சம்பாதிச்சிருக்கோம் அந்த நண்பர்கள், இந்த விஷயத்தை இந்த டைமில் ரொம்ப உணர்ந்துட்டீங்களாக்கா? இதுக்கு முன்னாடியும் உணர்ந்திருக்கேன். இதுக்கு முன்னாடியும் எனக்கு ஒரு சர்ஜரி நடந்திருக்கு. அப்பவும் அதே செட் ஆஃப் ஃப்ரெண்ட்ஸ் இருந்தாங்க. இப்போ அதே செட் ஆஃப் ஃப்ரெண்ட்ஸ் கூட இன்னுം நிறைய പേര് വന്നിട്ടാണ്. തനിക്ക് ആരും കൂടെ ഇല്ലെങ്കിലും തനിക്ക് വേണ്ടി ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. ആ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്റെ സിസ്റ്ററിൽ നിന്ന് നേരിടേണ്ടി വന്ന ചതിയെ കുറിച്ച് ഷക്കീല പറയുന്നുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. எனக்கு ஒரு இமேஜ் இருக்குல்ல ஷக்கீலா அம்மா, கண்டிப்பா இவங்க பெரிய பங்களால இருக்காங்க, நிறைய பணம் சம்பாதிச்சு, என்ன ஆச்சு அதெல்லாம் சேர்த்து வைக்கல அப்படின்னா என்ன பண்ணீங்க? எங்க ஒரு சிஸ்டரு அவங்கள நம்பி எங்க அம்மா கொடுத்துருந்தாங்க. அதை அவங்க ரிட்டர்ன் கொடுக்கல, அவ்வளோதான், வேற எதுவும் ஆகலை. ஓகே, நன்மா. ഒരുപാട് പണം സമ്പാദിച്ചു വെച്ച ആളായിരുന്നു ഇവര്. അപ്പൊ ഇവരിൽ നിന്ന് ഒരുപാട് പണം ഇവരിൽ നിന്നും ഈ സിസ്റ്റർ തട്ടിയെടുത്തു. പിന്നെ ഒരുപാട് കാശ് അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട് ഷക്കീല. എന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് രോഗം സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.